ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിലവിളക്കിന് മുന്നിൽ ഒരു കർപ്പൂരം വെച്ച് ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടാൽ ശത്രുദോഷം തിരിച്ചടിക്കും. അതായത് നമുക്ക് ഇങ്ങോട്ട് വന്ന ശത്രുദോഷം തിരിച്ചങ്ങോട്ട് പോകും, തിരിച്ചടിക്കും. എവിടെ നിന്ന് വന്ന് അങ്ങോട്ട് പോകും, ആ വന്നിടത്തേക്ക് തിരിച്ചടിക്കും. നമ്മുടെ അടുത്തു നിന്ന് നേരെ നമുക്കെതിരെ വന്ന ശത്രുദോഷങ്ങൾ തിരിച്ചു പോകും, തിരിച്ചടിക്കും, ആ വന്നിടത്തേക്ക് തിരിച്ചടിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. വാട്സപ്പിൽ ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്. ശത്രു ദോഷങ്ങൾ നന്നായിട്ടുണ്ട്, എന്തെങ്കിലും നല്ല വഴിപാടുകൾ പറഞ്ഞു തരാമോ, അല്ല ചെയ്യുന്ന എന്തെങ്കിലും നല്ല വീട്ടിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന മെസ്സേജുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഞാനിന്ന് രാവിലെ 4 അമ്പലത്തിൽ പോയി. രാവിലെ 4:40 എഴുന്നേറ്റാണ് 4 അമ്പലത്തിൽ പോയി. അപ്പം ഞാനിന്ന് പോയ ഒരു അമ്പലത്തിൽ ശിവൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നിങ്ങൾക്ക് ശിവഭഗവാന്റെ കാലഭൈരവൻ്റെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു വിദ്യ പറഞ്ഞു തരാമെന്ന് തോന്നി. കാരണം ഞാൻ പോയ ശിവക്ഷേത്രത്തിൽ കാലഭൈരവൻ ഉണ്ടായിരുന്നു. അത് പെരുന്ന NSS കോളേജിൻ്റെ അവിടെ നിന്ന്, ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് തിരുമല ക്ഷേത്രം എന്ന് പറയും. തിരുമല ക്ഷേത്രം അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാലും അങ്ങോട്ട് എത്താമെന്നുള്ളൂ, നടന്നു പോകാമെന്നുള്ളൂ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചാലും NSS കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാലും എത്താവുന്ന ദൂരമുള്ളൂ. തിരുമല മഹാദേവ ക്ഷേത്രം, അവിടെ ശിവനും പാർവതിയും ഉണ്ട്. ഞാനവിടെ പോയി തൊഴുത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൈലാസത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടായി. ഭഗവാനെ ഞാൻ വലം വെച്ചു. ഞാനൊരു ശിവമന്ത്രം ജപിച്ചുകൊണ്ടാണ് വലം വെച്ചു. ഒരു പ്രത്യേക ശിവമന്ത്രം ജപിച്ചുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കൈലാസത്തിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി എൻ്റെ മനസ്സിലുണ്ടായി. അപ്പം ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, ഇന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ വലം വെച്ചു. അപ്പോൾ അവർക്കതിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല. ഞാനതൊന്നും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനും പോയില്ല. ശരിക്കും കൈലാസത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന പോലെ തന്നെ, കാരണം എനിക്ക് ആ സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു. കാരണം ഞാൻ എപ്പോഴും ശിവനാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഭഗവാനെ ഉള്ളിലും പുറത്തുമെല്ലാം ഭഗവാനാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ രാവിലെ ആ ക്ഷേത്രം അവിടെ ഭൈരവസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെ ഭൈരവസ്വാമിക്ക് ഒരു പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ, അവിടെ ശിവന് ദിവസവും ഉമാമഹേശ്വര പൂജയുണ്ട്. വലിയ തുകയൊന്നും ആകുന്നില്ല, 100 രൂപ ഉണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാനവിടെ ചോദിച്ചു. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യാമല്ലോ. പിന്നെ പാൽപ്പായസം ഒന്നുമുണ്ട്, മൃത്യുഞ്ജയ ഹോമം എന്നുമുണ്ട്. അത് ചെറിയ രീതിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഗോളത്തിലാണ് ഇപ്പം വെച്ചത്. പിന്നെ ഞാൻ ചോദിച്ചത് പിന്നീട് എപ്പോഴെങ്കിലും പിന്നെ നമുക്ക് ചെയ്യാമല്ലോ, അതിനു വേണ്ടി ചോദിച്ചതാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. പാർവതി ശിവനും കൂടെ ചേർന്ന ഒരു ആ കൈലാസത്തിലെ അതേ അനുഭവം തന്നെ എനിക്ക് അവിടെ അനുഭവപ്പെട്ടു. അങ്ങനെ തോന്നിയ ചില ക്ഷേത്രങ്ങളേ ഉള്ളൂ. ഒന്ന്, ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് നമ്മൾ ഏറ്റുമാനൂരപ്പൻ. 2 എനിക്ക് അങ്ങനെ 2 കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രം കോട്ടയത്ത്. 3 ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ പേര് ഞാൻ എപ്പോഴും വീഡിയോക്കകത്ത് പറയുന്നത്, ഏറ്റവും വലിയ ശിവലിംഗമുള്ള ഒരു ക്ഷേത്രം. പേര് ഇപ്പോൾ അങ്ങോട്ട് മനസ്സിൽ വരുന്നില്ല. അവിടെ അതും എനിക്ക് കൈലാസം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഓർമ്മ വരുന്നത് ഈ 3 ക്ഷേത്രങ്ങളാണ് എനിക്ക് കൈലാസത്തിൻ്റെ അനുഭവം ഉണ്ടായ ഒരു ക്ഷേത്രങ്ങൾ. പിന്നെ ഓച്ചിറ ഒരു വല്ലാത്ത അനുഭവം. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന കാര്യം, നിലവിളക്കിന് മുന്നിൽ ഒരു കർപ്പൂരം വെച്ച് കാലഭൈരവൻ്റെ ഒരു വരി മന്ത്രം ഉരുവിടുകയാണെങ്കിൽ ശത്രുദോഷം ഇങ്ങോട്ട് വന്ന് ശത്രുദോഷം തിരിച്ചടിച്ചോളും. എവിടെ നിന്ന് വന്ന് അങ്ങോട്ട് തിരിച്ചടിച്ചോളും, നമുക്കൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു വിദ്യ. നിയമപരമായ നിയമപ്രശ്നങ്ങൾ തീരാത്തവർക്ക് ഈ കാലഭൈരവൻ്റെ ഈ മന്ത്രം ജപിച്ചാൽ നിയമപ്രശ്നങ്ങളോട് ബുദ്ധിമുട്ടുന്നവർ നിയമപ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ശത്രുദോഷം തിരിച്ചടിക്കും. മാത്രമല്ല, നമ്മളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഏത് തടസ്സങ്ങളെയും മാറ്റിത്തരും. ശിവഭഗവാന്റെ തന്നെ ഉഗ്രമായ രൂപമാണ് കാലഭൈരവൻ. കാലഭൈരവന്മാർ തന്നെ കുറേ വിഭാഗമുണ്ട്. ഇപ്പം നിങ്ങൾ പൊതുവായിട്ട് കാലഭൈരവൻ എന്ന് വിളിച്ച് ഈ മന്ത്രം ചെയ്താൽ മതി. വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എതിരാളികളുടെ മേൽ വിജയം, എല്ലാവരും അതാ ചോദിക്കുന്നത്. നമുക്കതൊരു എതിരാളികളുടെ മേൽ വിജയം, അതിനുള്ള കാര്യം പറഞ്ഞു തരുന്നത്. പിന്നെ ലൗകികമായ സുഖങ്ങൾ, വീട്, ഭൂമി, സ്വത്ത്, സമ്പത്ത്, ആഡംബരങ്ങൾ ഒക്കെ നൽകും.
ജീവിതാന്ത്യത്തിൽ മോക്ഷവും നൽകും. അങ്ങനെയുള്ള നല്ല കാര്യം ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. ഞാൻ എന്ത് പറഞ്ഞാലും നല്ല കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ അതും ഇതും വിളിച്ചു പറയുക, ഒരു യുക്തിയില്ലാത്ത കാര്യം പറയുക, ഇതൊന്നും എന്നെ വരെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. കാരണം ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ട് ഒരു നല്ല കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് ആളുകൾക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന കാര്യം, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. പിന്നെ കണ്ണേറ്, ദൃഷ്ടിദോഷം, ശാപദോഷം, ശത്രുദോഷം, പിന്നെ ശത്രുദോഷം എന്ന് ഉദ്ദേശിക്കുന്നത് സമയദോഷം, പിന്നെ നമ്മളെ തടസ്സപ്പെടുന്ന ഏതൊരു തടസ്സങ്ങളും മാറിക്കിട്ടും. നെഗറ്റീവ് എനർജിയുള്ള സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ. ഇപ്പം ചില വീടുകളിൽ ചിലപ്പോൾ താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്നറിയുമോ, അവിടെ ചിലപ്പോൾ ആരെങ്കിലും തൂങ്ങി മരിച്ചതോ അല്ലെ ഏതെങ്കിലും നെഗറ്റീവ് എനർജികൾ സ്വാധീനം കാണും. അല്ലെ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പം നമുക്ക് ജോലി ചെയ്യാൻ തോന്നുന്നില്ല, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ല, നമുക്കറിയാം നമുക്ക് എന്തോ സംഭവിച്ചത്, എപ്പോഴും എല്ലാത്തിനും തടസ്സം. അപ്പം നമ്മൾ പറയും എനിക്ക് എന്നെ പറ്റിയെന്ന് അറിയത്തില്ല, ഒന്നിനും പറ്റുന്നില്ല. ചില നെഗറ്റീവ് എനർജികളുടെ സ്വാധീനമാകാം, അല്ലാതെ ചിലപ്പോൾ നമ്മുടെ അലസതയുമാകാം. പക്ഷേ ചിലപ്പം ചില നെഗറ്റീവ് എനർജികളുടെ സ്വാധീനമാകാം. അതിന് കാലഭൈരവനെ വിളിച്ചാൽ മതി, പെട്ടെന്ന് മാറ്റം വരും. ഒരു തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. ഏത് വീടുകളിൽ എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അല്ലെ ഭൂമിയിലുണ്ടെങ്കിലും അദൃശ്യമായ ഒരുപാട് നെഗറ്റീവ് എനർജികൾ കാണുമല്ലോ. പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജിയും കാണുമല്ലോ. അതിനെയൊക്കെ മാറ്റി കിട്ടുമെന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ വീട് വിട്ടു പോവുകയോ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഏത് വീട്ടിലും താമസിക്കാം. ഏത് നെഗറ്റീവുള്ള സാഹചര്യങ്ങളിലും നമ്മളിപ്പം ചില സ്ഥലത്ത് പോയി, ചില കാവുകളിലൊക്കെ പിന്നെ ചില കുട്ടികളൊക്കെ ചിലപ്പോൾ അറിയാതെ കാവിൽ കയറി, ചില വെച്ചാരാധനയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ചിലപ്പം ചില രീതിയിൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെ ചില എനർജികൾ ബാധിക്കാം. അപ്പോൾ അതൊക്കെ ഒന്നും പേടിക്കണ്ട. കാലഭൈരവൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ കാലത്തിനും അതീതനാണ് കാലഭൈരവൻ. ശിവൻ്റെ തന്നെ ഉഗ്ര രൂപമാണ്. അപ്പോൾ ഇതെല്ലാ കാര്യത്തിനും, സാമ്പത്തികമായ ഉയർച്ചയ്ക്കും, ഞാൻ പറഞ്ഞല്ലോ ലൗകികമായ എല്ലാ സുഖങ്ങൾക്കും, ജീവിതാന്ത്യത്തിൽ മോക്ഷവും ലഭിക്കുക എന്നുള്ളതാണ് കാലഭൈരവൻ്റെ അത്ഭുതകരമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഏതൊരാൾക്കും വീട്ടിൽ ചെയ്യാം. ഞാനിന്ന് കാലഭൈരവനെ തൊഴുതിട്ട് വരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഭഗവാന്റെ പറയാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ആ തിരുമല ക്ഷേത്രത്തിൽ ഭൈരവസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അവിടെ തൊഴുത ശേഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അത് നല്ല ഒരു കാര്യമാണ്. ശത്രു വിജയങ്ങൾ ഒക്കെ, എതിരാളികളുടെ മേൽ വിജയം, നിങ്ങളുടെ തടസ്സങ്ങളുടെ മേൽ വിജയം, നിങ്ങളുടെ നിയമപരമായി തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒക്കെ മാറിക്കിട്ടാനും ഏത് തരത്തിലുള്ള കാര്യത്തിലും ഇത് ഉപകരിക്കും. അപ്പം ഈ കാലഭൈരവൻ്റെ ഒരു പ്രത്യേകത, ഭക്തനെ ഏത് വിധേനെ സംരക്ഷിക്കുമെന്നുള്ളതാണ് ഭഗവാൻ. പിന്നെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. പിന്നെ പലരും പലതും പറയാൻ്റെ ഒന്നും പുറകെ പോകരുത്. നിങ്ങൾ ഉപാസനയോ പൂജയോ ഒന്നുമായിട്ടും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന കർപ്പൂരം തൊട്ടി മന്ത്രം രാവിലെ വീട്ടിൽ ജപിക്കുക, അത് എത്ര മതി. കൂടുതലും ചെയ്യണ്ട കേട്ടോ. നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക, എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ. പിന്നെ വീട്ടിൽ സ്വയം ചൊല്ലാവുന്ന മന്ത്രങ്ങളും നല്ല മന്ത്രങ്ങളും, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കുന്ന ദേവത, ഇതൊക്കെ. പിന്നെ ഭദ്രകാളിയുടെ രഹസ്യമായ നല്ല വിദ്യകൾ, ശിവൻ്റെ ശരനൂൽ വിദ്യകൾ, അത് ഞാൻ പറയുന്ന ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഇതൊരു തവണ ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താലൊന്നും ഫലം ഉണ്ടാകണമെന്നില്ല. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരാം. പിന്നെ നമ്മളവിടെ ഒരു വിശ്വാസം, ഞാൻ സങ്കല്പശക്തിയെക്കുറിച്ച് ഇന്നലത്തെ വീഡിയോ പറഞ്ഞത്, നമ്മളവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയും. പിന്നെ നമ്മൾ ആവർത്തിക്കണം, സാധിക്കുന്ന പോലെ, നമ്മുടെ ആവശ്യം പോലെ ആവർത്തിക്കണം. അങ്ങനെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഞാൻ ചെയ്യുന്ന രീതി പറയും. ഇത്രയും കേട്ടിട്ട് താല്പര്യമുള്ളവരും വർക്ക് ചെയ്യാൻ എടുക്കത്തുള്ളൂ, അല്ലാത്തൊരു വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ നേരിട്ട് വന്ന് നോക്കാൻ പറ്റത്തില്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കൺസൾട്ടിങ്. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരാത്തതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ ശിവഭഗവാന്റെ തന്നെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ രാവിലെ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞ്, നിലവിളക്കിൻ്റെ മുന്നിൽ, ഇനി രാവിലെ ചിലർ നിലവിളക്ക് തെളിയിക്കത്തില്ല എന്നൊക്കെ ചിലർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. രാവിലെ നിലവിളക്ക് തെളിയിക്കണം. അത് ജീവിതത്തിൽ ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗമാണ്. നിലവിളക്ക് തെളിയിച്ചിട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ തട്ടം വെച്ച്, തട്ടത്തിൽ സാധാ കർപ്പൂരം കത്തിച്ചു
ഇത് കൈയും കാലും മുഖവും കഴുകുക അല്ലെങ്കിൽ കുളിച്ചിട്ടേ ചെയ്യാവുള്ളൂ. കർപ്പൂരം കത്തിച്ചിട്ട് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ അവസാനം ഈ പറയുന്ന ഒരു മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം, എന്നിട്ട് നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഓം കാലാതീതായ, ഒന്നുകൂടെ പറയാം, ഓം കാലകാലായ വിദ്മഹേ കാലാതീതായ ധീമഹി തന്നോ കാലഭൈരവ പ്രചോദയാത്. ഒന്നുകൂടെ പറയുകയാണ്, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, പിന്നെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. കാരണം ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് അല്പം തെറ്റിപ്പോയി, അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ഓം കാലകാലായ വിദ്മഹേ കാലാതീതായ ധീമഹി തന്നോ കാലഭൈരവ പ്രചോദയാത്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി ഇടുകയും കൂടെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കുക. ഈ മന്ത്രം വാഗണ്ട് ഒരു 3 തവണ ജപിച്ച് കർപ്പൂരം നാളത്തെ തൊട്ട് തൊഴുതിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ണടച്ച് 1 സെക്കൻഡെങ്കിലും നിങ്ങളുടെ ഉച്ചിയിലൊന്ന് മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ഒരു ചിന്തയില്ലാതെ മതി. രഹസ്യവിദ്യയാണ്. കാലഭൈരവൻ്റെ ഈ ഗായത്രി, പല ഗായത്രികളുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഗായത്രിക്ക് പ്രത്യേകതയുണ്ട്. ഓം കാലകാലായ വിദ്മഹേ, കാലൻ്റെയും കാലനാണ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ശിവൻ്റെ എല്ലാ ശക്തി, എല്ലാം ഭഗവാന് സാധ്യമായ കാര്യങ്ങളാണ്. കാലകാലായ വിദ്മഹേ, കാലാതീതായ, കാലത്തിനും അപ്പുറമാണ്. കാലത്തിനപ്പുറം നിൽക്കുന്ന ഒരു ശക്തിക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. അപ്പം തന്നോ കാലഭൈരവ പ്രചോദയ, എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് മോക്ഷവും കൂടെ, ജീവിത അന്ത്യത്തിൽ മോക്ഷം കിട്ടും. പിന്നെ നമുക്ക് എതിരാളികളുടെ മേൽ വിജയം, ശത്രുദോഷങ്ങൾ തിരിച്ചു പായും, നമുക്ക് രക്ഷ, ലൗകിക സുഖങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, വിജയം, എല്ലാ കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം, ജീവിതം മുഴുവൻ, ജീവിതാന്ത്യത്തിൽ ഈശ്വരമായ മോക്ഷവും സദ്ഗതിയും ഉണ്ടായി വരുന്നത് ശിവന്റെ ഏറ്റവും ഉഗ്രരൂപങ്ങളിൽ ഒന്നായ ഈ കാലഭൈരവന് അതുപോലെ ശക്തി ഉള്ളതുകൊണ്ടും ഭക്തജനങ്ങളെ അതുപോലെ സംരക്ഷിക്കുന്നതും കൊണ്ടാണ്. ഈ കാലഭൈരവ മന്ത്രം ജപിക്കുന്നതിന് കുറേ ഗുണങ്ങളുണ്ട്. ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് മാത്രമല്ല, ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ശനി ദോഷങ്ങൾ ബാധിക്കത്തില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ താറുമാറാക്കുന്നത് ശനിദോഷങ്ങളാണ്. അത് ശനി ജാതകത്തിൽ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ദോഷം ചെയ്യും. കണ്ടകശനി ആയിക്കോട്ടെ, ഏഴര ശനി ആയിക്കോട്ടെ, ജന്മശനി ആയിക്കോട്ടെ, അഷ്ടമശനി ആയിക്കോട്ടെ, ശനിദോഷങ്ങൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ശനി ജാതകത്തിൽ കൂടെ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ വളരെ താറുമാറാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശനി പിടിച്ചാൽ വലിയ പാടാണ്. അത് കുറച്ചെങ്കിലും അനുഭവിക്കാതിരിക്കാൻ തരമില്ല. ശനിദോഷങ്ങൾ തൊടത്തില്ല ആ വ്യക്തിയെ. പിന്നെ ഈ കാലഭൈരവൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാ തൊടാൻ ധൈര്യമുള്ളത്? ആ വ്യക്തിയെ തൊടാൻ ധൈര്യമുള്ളത്? ഓരോരുത്തർക്കും ധൈര്യമില്ല, തൊടാൻ പറ്റത്തില്ല. ശിവഭഗവാന്റെ ഉഗ്രരൂപമാണ്. മാത്രമല്ല നമ്മളെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു ദൃഷ്ടിദോഷം, അല്ലെ ശാപദോഷം, കണ്ണേറ്, നെഗറ്റീവ് എനർജികളുടെ സ്വാധീനം, ആഭിചാരദോഷങ്ങൾ ഒന്നും നമുക്ക് ഏൽക്കത്തില്ല. ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. അദൃശ്യമായ നെഗറ്റീവ് എനർജികൾക്ക് പോലും നമ്മളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിക്ക് ദിവസം കൂടും തോറും ദിവസം രാവിലെ 3 തവണ ജപിച്ചാൽ മതി. വാഗുകൊണ്ട് വേറൊന്നും ചെയ്യണ്ട, പൂജയായിട്ടോ ഉപാസനയായിട്ടോ ഒന്നും ചെയ്യണ്ട കേട്ടോ. പറഞ്ഞു തരുന്നത് അതുപോലെ മനസ്സിലാക്കുക. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, ദിവസവും ചെയ്യുക. അങ്ങനെ പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അശുദ്ധി ഉള്ളപ്പോൾ ചെയ്യരുത് കേട്ടോ, ശുദ്ധി ഉള്ളപ്പോഴേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് രാവിലെ മാത്രം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ഭഗവാൻ ഈ വ്യക്തിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ നമ്പർ 1 ആണ്. ഒരു വക്കീലാണെങ്കിൽ അദ്ദേഹം നമ്പർ 1 ആയിരിക്കും. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ആ എഞ്ചിനീയറെ വെല്ലാൻ വേറൊരു എഞ്ചിനീയർ കാണത്തില്ല. ഒരു ടീച്ചറാണെങ്കിൽ ഏറ്റവും മികച്ച അധ്യാപകനായിരിക്കും. ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അവൻ ഏറ്റവും മിടുക്കനായ സെയിൽസ്മാൻ ആയിരിക്കും. ആര് തകർന്നാലും അവന് തകരത്തില്ല. ഇനി സാധാരണ ഒരു കടയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ സാമ്പത്തികമായ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ അവന് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടായി അവൻ്റെ ജീവിതം മാറും. ഇനിയും ഏത് ഫീൽഡിലുള്ളവരാണേലും ഏത് മേഖലയിലുള്ളവരാണേലും അവരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം ഉണ്ടാകും. ഏത് തൊഴിൽ ചെയ്യുന്നവരാണേലും. അങ്ങനെ കാലഭൈരവൻ്റെ അനുഗ്രഹം ആ വ്യക്തികൾക്കൊരു സംരക്ഷണമായിരിക്കും. ലൗകിക സുഖങ്ങൾ, ആഡംബരം ഒക്കെ നൽകും. അതാണ് അതിൻ്റെ അകത്ത് വേറൊരു കാര്യം.
വീട്, ഭൂമി, സമ്പത്ത്, അതുപോലെ ധനം, എല്ലാ എല്ലാ ആഡംബരങ്ങൾ, ലൗകിക സുഖങ്ങൾ, അങ്ങനെ തന്നെ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലൗകിക സുഖങ്ങൾ, ആഡംബരങ്ങൾ നൽകുമെന്നുള്ളതാണ്. എതിരാളി എത്ര ശക്തനും ആയിക്കോട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. എതിരാളികളുടെ മേൽ വിജയം. ഭഗവാനെ കുറച്ച് വിശ്വാസത്തോടെ വിളിക്കണം. ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നല്ല, ദിവസവും ചെയ്യുക വിശ്വാസത്തോടെ. പിന്നെ രാവിലെ മാത്രം ചെയ്യുക. ഭഗവാൻ, നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുക. അതാണ് ഇതിൻ്റെ അത് പ്രധാന കാര്യം. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തിൽ അവർക്ക് പെട്ടെന്ന് ചില കുട്ടികൾ പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നതായിട്ട് കാണാം. അതുപോലെ ചിലർ തൊഴിൽ ചെയ്യുന്നവർ പെട്ടെന്ന് തൊഴിലിൽ ഒരു അലസത, ഒരു മന്ദത, തൊഴിലിൽ ഉത്സാഹമില്ലായ്മ, അങ്ങനെ പെട്ടെന്ന് തകരുന്ന ചില ആളുകളുണ്ട്. ഇതൊക്കെ ചില നെഗറ്റീവ് എനർജികളുടെ സ്വാധീനവും സമയദോഷവും ശത്രുദോഷവും ശനിദോഷവും ഒക്കെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. കർമ്മദോഷവും ഒക്കെ ഉണ്ടായിരിക്കും. എന്തു തന്നെ ആയിക്കോട്ടെ, ഈ കാലഭൈരവ സ്വാമിക്ക് ഇതിനെയെല്ലാം തകർത്തെറിഞ്ഞ് ആ വ്യക്തിയെ ഏറ്റവും ഉയർച്ച കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. അപ്പം ഞാനിന്നത് പറഞ്ഞുതരാൻ തന്നെ കാര്യം, ഞാനിന്ന് രാവിലെ മാനടത്ത് അമ്പലത്തിൽ പോയി. പേരുന്ന തെക്കോട്ട് ദർശനമുള്ള അവിടെ ഭയങ്കര ശക്തിയാണ്. ഞാൻ അമ്മയ്ക്കൊരു ചെമ്പരത്തിമാല കൊടുത്തു, ഒരു നെയ്വിളക്ക് തെളിയിച്ചു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് തിരുമല പോയി. അത് NSS കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പെരുന്ന NSS കോളേജിൻ്റെ അവിടെ നിന്ന്. പിന്നെ അറിയാൻ മേഖലയാണെങ്കിൽ ഓട്ടോ പിടിച്ചാൽ തിരുമല മഹാദേവ ക്ഷേത്രം, അവിടെ ഉമാമഹേശ്വരനാണ്. അവിടെ പോയി ഞാൻ ഭഗവാനെ ആദ്യം ഞാൻ ആ നാഗദേവതയെ തൊഴുതു. പക്ഷെ അതിൻ്റെ ചില രഹസ്യങ്ങൾ എനിക്കറിയാം. ഞാൻ ആദ്യം നാഗദേവതയെ തൊഴുതു, എന്നിട്ട് അങ്ങ് ചെന്നു ഭഗവാന്റെ മുന്നിൽ ചെന്ന് പിന്നെ നന്ദീശ്വരനെ തൊഴുതു, പിന്നെ ഭഗവാനെ അമ്മയും തൊഴുതു. ഭഗവാനെ ഞാൻ തുളസിമാല പോട്ടെ പറഞ്ഞ തെറ്റിപ്പോയതാണ്, ക്ഷമിക്കുക. കൂവളത്തുമാല സമർപ്പിച്ചു. കൂവളത്തുമാലയാണ് ഭഗവാൻ സമർപ്പിച്ചു. പിന്നെ ഭഗവാനെ ഞാൻ പ്രദക്ഷിണം വെച്ചത് ഒരു ശിവമന്ത്രം ജപിച്ചുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കൈലാസത്തിലെ പോലൊരു ഫീൽ എനിക്ക് ഉണ്ടായി. അതായത് പറഞ്ഞു, നമുക്കത് അറിയാൻ പറ്റും. ശിവഭഗവാനെ ശ്വാസത്തിൽ ഉപാസിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ആ ഒരു അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഭഗവാനെ പ്രദക്ഷിണം വെച്ചു. അപ്പോൾ ഞാൻ അപ്പോഴാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് ഈ മന്ത്രം ജപിച്ചു എന്ന് പറഞ്ഞു. കാര്യമൊന്നും അവരോട് പറഞ്ഞില്ല. കാരണം എനിക്കറിയാം കൈലാസത്തിൽ പ്രദർശനം ചെയ്യുന്ന പോലെ തന്നെ അവരുടെ പാപങ്ങളൊക്കെ തീരും, അവരുടെ പാപങ്ങൾ തീരും എന്ന് എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊരു ക്ലാസ് ഒന്നും എടുക്കാൻ പോയില്ല. നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ആ മന്ത്രം ജപിച്ചു, ഞങ്ങൾ ബലം വെച്ചു. അത് കഴിഞ്ഞ് ഭൈരവൻ്റെ അടുത്ത് വന്നു, അവിടെ തൊഴുതു ഒക്കെ ആണെങ്കിൽ പോകുന്നത്. പിന്നെ പുത്തങ്കാവ് അമ്പലത്തിൽ വന്നു, തൊഴുതു. പിന്നെ ചങ്ങകുളങ്ങര ധന്വന്തരി ക്ഷേത്രത്തിൽ വന്നു തൊഴുതു. ഞാൻ 4 ക്ഷേത്രങ്ങളിൽ രാവിലെ തൊഴുതിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതി നമ്മൾ ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ കാലഭൈരവൻ്റെ മന്ത്രം നിങ്ങളിങ്ങനെ ദിവസവും രാവിലെ ജപിക്കണം. ഞായറാഴ്ച മാത്രം രാവിലെ ജപിക്കുന്നതും കൂടെ കൂടാതെ വൈകിട്ട് 4:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാം. എന്ന് വെച്ച് വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ജപിക്കരുത്. സ്വസ്ഥമായിട്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ദിവസവും രാവിലെ ജപിക്കുന്ന കൂടാതെ ഞായറാഴ്ച വൈകുന്നപാട് 4:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് കൂടി ജപിക്കുക. അത് 3 തവണ ജപിക്കണം. എന്നിട്ട് ജപിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഈ കണ്ണടച്ച് ഉച്ചയുടെ മധ്യത്തിലൊന്നും ധ്യാനിക്കുക, ഒരു ചിന്തയില്ലാതെ. അത് 1 സെക്കൻഡോ 10 സെക്കൻഡോ വല്ലതും ചെയ്താൽ മതി. സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നോ നിന്നോ ചെയ്യാവുള്ളൂ. ജോലിക്കിടയിലോ യാത്രക്കിടയിലോ ഒന്നും ചെയ്യരുത്. റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നും ചെയ്യരുത്. ഇത് വളരെ ഗുണഫലം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഈ ഞായറാഴ്ച വൈകുന്നപാട് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ 6 മണിക്കും 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് പോയി അമ്മയുടെ ഇഷ്ട നിവേദ്യം, വൈകിട്ടുള്ള നിവേദ്യം, ഒരു നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ സമർപ്പിച്ചാൽ ഈ രാഹു ദോഷങ്ങൾ മാറാൻ നല്ലതാണ്. രാഹു ദശയുള്ളവർക്കും അല്ലെങ്കിൽ രാഹു ജാതകത്തിൽ പിഴച്ചു നിൽക്കുന്നവർക്കും രാഹു ദോഷങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ്. ഇനി അല്ലാത്തവർക്കും ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകാനും ഈ ഞായറാഴ്ച 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വൈകുന്നപാട് പോയി അവിടെ ഉള്ള ഒരു നിവേദ്യം എന്താണെന്ന് വെച്ച് കൊടുക്കുക. അത് മാത്രമാണെങ്കിലും മതി. ഇനി അതല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ കൊടുക്കുക. ഒരു നെയ്വിളക്ക് കൂടെ പറ്റുവാണെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു ഇഷ്ട നിവേദ്യം വൈകുന്നപാടുള്ളത്, അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക്, അല്ലെങ്കിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. ഈ 3-ൽ ഏതെങ്കിലും 1 കൊടുത്താലും മതി. അല്ലെങ്കിൽ പറ്റുന്നവർ 3 കൊടുത്താലും കുഴപ്പമില്ല.
അല്ലെ ഇതിലൊരു കാര്യങ്ങളും കൊടുക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ കടന്നു വരാനും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാനും രാഹു ദോഷങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ്. ഈ മിക്കവാറും ജാതകത്തിൽ പലർക്കും രാഹുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മിക്കവാറും അതിന് പലരുടെ ജാതകത്തിൽ രാഹു ദോഷങ്ങൾ പലപ്പോഴും ഉണ്ടാകാം. ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നുമില്ല. പക്ഷേ ഇനി എല്ലാവർക്കും രാഹുദോഷം ഇല്ലാത്തവർക്കും രാഹുദോഷം ഉള്ളവർക്ക് ഇത് കൂടുതൽ ഗുണം ചെയ്യും. ഇനി രാഹുദോഷം ഇല്ലേ പോലും ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും പുതിയൊരു ചേഞ്ചിലേക്ക് വരാൻ വേണ്ടി ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. ഈ സമയം കാലഭൈരവ സ്വാമിക്കും പ്രധാനമാണ്. അതുകൊണ്ട് ഓർത്തപ്പം ഞാൻ അതോടെ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.